നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ പഠിച്ചേക്കണേ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണ് നമ്മുടെ ഫോർമുല. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണ് ഫോർമുല. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ബി ദ ഓൾ റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് പറയണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പോലെ ഈ എൻ ഇപ്പുറത്ത് നേരെ പോന്നു, അപ്പോൾ എൻ ഇൻറ്റു വരും. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കിടക്കുന്നുവോ അത് അങ്ങനെ ഇറക്കി എഴുതുക. അപ്പോൾ എ എസ് പ്ലസ് ബി, ഈ പവർ 1 കുറയും, എൻ മൈനസ് 1. ഇനി എന്തുകൂടി ഇവിടെ വരും? ഈ അകത്ത് കിടക്കുന്ന എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് ഇവിടെ വരും. അപ്പോൾ ഇവിടെ എ എസ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എ വരും. കോൺസ്റ്റൻറ്റ് ബിയുടെ ഡെറിവേറ്റീവ് എന്താ? 0. അപ്പം ഇൻറ്റു എയോടെ വരും അവിടെ. അപ്പം ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ എൻ ഇങ്ങോട്ട് നേരെ വന്നു, എൻ ഇൻറ്റു എ എസ് പ്ലസ് ബി ദ ഓൾ റൈസ് ടു എൻ മൈനസ് 1. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവോടെ വരും? ഇതിനകത്ത് വരുന്ന എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവോടെ വരും. അപ്പോൾ എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എ. ബിയുടെ ഡെറിവേറ്റീവ് എന്താ? 0. അപ്പോൾ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു ഫോർമുലയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം, പ്രോബ്ലത്തിലൊക്കെ കയറി വരുന്നതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഡി ഒന്നാമത്തെ നോക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് 4x പ്ലസ് 3 ദ ഓൾ റൈസ് ടു 7 ആണെന്ന് വെച്ചു. അപ്പോൾ ആദ്യത്തെ പോലെ ഈ 7 നേരെ ഇമ്പോർട്ടൻ്റ് ഇങ്ങോട്ട് വരും. ഇവിടെ നോക്കുക, 4x പ്ലസ് 3 ദ ഓൾ റൈസ് ടു, ഈ 7നേക്കാൾ ഒരു പവർ കുറഞ്ഞ് 6 വരും. ഈ 7 ഇങ്ങോട്ട് പോകുന്നു, ഈ 4x പ്ലസ് 3 അങ്ങനെ തന്നെ എഴുതി, 7നേക്കാൾ ഒരു നമ്പർ കുറഞ്ഞ് 6 എഴുതും. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ വരും? ഈ 4xൻ്റെ ഡെറിവേറ്റീവ് 4 വരും. 3യുടെ ഡെറിവേറ്റീവ് എന്താ? ഓൾറെഡി 0 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 4 28 ഇൻറ്റു 4x പ്ലസ് 3 ദ ഓൾ റൈസ് ടു 6 വരും നമ്മുടെ ആൻസർ. ദെൻ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് 7x മൈനസ് 1 ദ ഓൾ റൈസ് ടു 8 ആണെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ എന്താണ്? ഈ 8 നേരെ ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഒരു കാര്യം ചെയ്യാം. ഈ ആദ്യം നമ്മൾ ഈ 7x മൈനസ് 1നെ എക്സ് ആയിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ഈ 8 നേരെ ഇപ്പുറത്തേക്ക് വരും, 8 എഴുതി. പിന്നെ നോക്കുക, ഒരു നമ്പർ കുറയും, 7x മൈനസ് 1, ഇതിനേക്കാൾ ഒരു പവർ കുറയും, ഇൻറ്റു 7. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവാണ്? ഈ 7x മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ്. 7xൻ്റെ ഡെറിവേറ്റീവ് എന്താ? 7. മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0. അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കുക, നിങ്ങൾ എല്ലാ പ്രോബ്ലത്തിലും എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അത് ഇൻറ്റു വരും, പ്രോഡക്റ്റ് വരും അല്ലേ? അങ്ങനെ ഓർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ നേരെ ഇത് എടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു ഡെറിവേറ്റീവ് എടുത്ത് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമുക്ക്, അല്ലെങ്കിൽ മറന്നു പോകും നമ്മൾ. ദെൻ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, y ഈക്വൽ ടു വേണമെങ്കിൽ തരാം cx പ്ലസ് ഡി ദ ഓൾ റൈസ് ടു എം ആണെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ എം ആയി കഴിയുമ്പോൾ നമ്മൾ എന്താണ്? ഈ എം അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എം ഇൻറ്റു ഇത് ബ്രാക്കറ്റ് ഇട്ടു, ഈ cx പ്ലസ് ഡി ദ ഓൾ റൈസ് ടു എം മൈനസ് 1 എഴുതി, ഇൻറ്റു എന്തിൻ്റെ ഡെറിവേറ്റീവാണ്? cx പ്ലസ് ഡിയുടെ ഡെറിവേറ്റീവ്. അപ്പോൾ cxൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇൻറ്റു സിയോടെ വരും. ഡിയുടെ ഡെറിവേറ്റീവ് എന്താ? കോൺസ്റ്റൻ്റ്, അത് 0 ആയി പോകും. അപ്പോൾ നമ്മുടെ ആൻസർ എന്നാ വരും? എം സി ഇൻറ്റു cx പ്ലസ് ഡി ദ ഓൾ റൈസ് ടു എം മൈനസ് 1 വരും. നമ്മുടെ ആൻസറായി. നാലാമത്തെ എക്സാമ്പിൾ നോക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് 8x മൈനസ് 1 ദ ഓൾ റൈസ് ടു 3/2 എന്ന് വെച്ചോ. ഇവിടെ ഏത് നമ്പർ വന്നോട്ടെ നമുക്കൊരു ആൻസറിന് കുഴപ്പമില്ല. അപ്പോഴും നമ്മൾ ഈ 3/2ന് നേരെ ഇപ്പുറത്തേക്ക് എടുക്കും, 3/2 എടുത്തു. ഈ 8x മൈനസ് 1 ദ ഓൾ റൈസ് ടു അങ്ങനെ തന്നെ എഴുതി. ഈ 3/2 എന്ന് പറഞ്ഞാൽ 3ൽ നിന്ന് 2 കുറച്ചാൽ 1 വരും. അപ്പോൾ 1/2 വരും. പിന്നെ എന്തോടെ വരും? ഈ 8x മൈനസ് 1നകത്ത് 8xൻ്റെ ഡെറിവേറ്റീവ് 8 വരും. 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0. നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയല്ലോ? ദെൻ അഞ്ചാമത്തെ എക്സാമ്പിൾ നോക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് 5 മൈനസ് 2x ദ ഓൾ റൈസ് ടു 7 ആണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 7 ഇപ്പുറത്തേക്ക് വരും, 5 മൈനസ് 2x ദ ഓൾ റൈസ് ടു ഒരു പവർ കുറയും, 6 വരും. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം? 5ൻ്റെ ഡെറിവേറ്റീവ് 0. അത് എഴുതുകയേ വേണ്ട. മൈനസ് 2xൻ്റെ ഡെറിവേറ്റീവ് എന്താ? -2 വരും. അപ്പോൾ നമ്മുടെ ആൻസർ -14 ഇൻറ്റു 5 മൈനസ് 2x ദ ഓൾ റൈസ് ടു 6 വരും നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ അനദർ എക്സാമ്പിൾ നോക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, 5 മൈനസ് 4x ദ ഓൾ റൈസ് ടു 3/2 എന്ന് വെച്ചു. ഇവിടെ നമുക്കറിയാം ഈ 3/2 നേരെ ഇപ്പുറത്തേക്ക് എടുക്കും, 3/2 ഇൻറ്റു 5 മൈനസ് 4x. ഇനി 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ
നമുക്ക് 1 വരും. അപ്പോൾ നമ്മൾ ഇതാണ് ചെയ്യണം, 1 വരും. ഡിവൈഡഡ് ബൈ 2 അങ്ങനെ തന്നെ എഴുതും. ഇൻറ്റു എന്തുകൂടി വരും, ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ -4 കൂടെ വരും. അപ്പോൾ 5ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. -4x ഡെറിവേറ്റീവ് എന്താ, ഇൻറ്റു -4 ഇവിടെ വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും, 3/2 ഇൻറ്റു -4 ഇൻറ്റു 5 - 4x ദ ഹോൾ റേസ് ടു 1/2 എന്ന് വരും. അപ്പോൾ നമുക്ക് ആൻസറായി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് മുകളിൽ വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ എന്ത് ഫ്രാക്ഷൻ നമ്പർ a+b ആണെങ്കിലും ഇതേ രീതിയിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കുറച്ച് ഒരു 7th എക്സാമ്പിൾ കൂടെ നോക്കാം. d/dx ഓഫ് 8 - 4x ദ ഹോൾ റേസ് ടു -5/2 എന്ന് വെച്ചോ. അപ്പോൾ അവിടെ എന്തെങ്കിലും നമ്മൾ ഓർക്കും, ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്, പക്ഷേ ഈ ബേസിക് നമ്മൾ നന്നായിട്ട് പഠിച്ചു പോയാൽ നമുക്ക് ചാപ്റ്റർ നന്നായിട്ട് ഈസിയാവും. ഇങ്ങനെയാണ് കാൽക്കുലസ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പം നോക്കിയേ, -5/2 ഇപ്പുറത്തേക്ക് എടുത്തു. 8 - 4x ദ ഹോൾ റേസ് ടു -5 ഇത് -2 കുറച്ച് എത്രയാണ്, -5 -2 -7/2 ഇൻറ്റു എന്തോടെ വരും, 8ൻ്റെ ഡെറിവേറ്റീവ് 0 -4xൻ്റെ -4 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഇത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഒന്നാമത്തെ ഡെറിവേറ്റീവ് ഓഫ് ax+b ദ ഹോൾ റേസ് ടു n. രണ്ടാമത്തെ d/dx ഓഫ് 1 + x ദ ഹോൾ സ്ക്വയർ. മൂന്നാമത്തെ d/dx ഓഫ് 2x + 1 ദ ഹോൾ റേസ് ടു 3. ഇനി അത് മൈനസ് വരുമ്പോഴും നെഗറ്റീവ് വരുമ്പോഴും ഉള്ളതും ചെയ്തോണം. d/dx ഓഫ് 5x ദ ഹോൾ റേസ് ടു 8. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ d/dx ഓഫ് 1 - x ഹോൾ റേസ് ടു -1/2. അടുത്ത ആറാമത്തെ d/dx ഓഫ് 1 - 2x ഹോൾ റേസ് ടു -3/2. ഇപ്പോൾ നെഗറ്റീവ് നമ്പർ വന്നതും പോസിറ്റീവ് നമ്പർ വന്നും ഈ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ഇതേ ഫംഗ്ഷൻ തന്നെ നമ്മൾ ഡിനോമിനേറ്റർ വരും. അവിടെ നമ്മൾ നോക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ അടുത്ത ടൈപ്പ് d/dx ഓഫ് 1/x - 1 ദ ഹോൾ സ്ക്വയർ ആണെന്ന് വെച്ചോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ ഇതിന് നേരെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, d/dx ഓഫ് x - 1 ദ ഹോൾ റേസ് ടു -2 ആവില്ലേ. ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. -2 ഇപ്പുറത്തേക്ക് എടുത്തു, x - 1 അങ്ങനെ തന്നെ എഴുതി. ഈ -2വിനേക്കാൾ 1 കുറഞ്ഞ -3 വരും ഇൻറ്റു പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവാ, x - 1ൻ്റെ ഡെറിവേറ്റീവ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു x - 1 ദ ഹോൾ റേസ് ടു -3 വരും. ഇനി ഇതേ ഫംഗ്ഷൻ നമ്മൾ ഡിനോമിനേറ്റർ വരുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ d/dx ഓഫ് 1/x + 3x - 3 ദ ഹോൾ റേസ് ടു 2 ആണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഏത് നമ്പർ വന്നാലും അതിന് എന്ത് ചെയ്യണം, നേരെ ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്താകും മക്കളെ, d/dx ഓഫ് x - 3 ദ ഹോൾ റേസ് ടു -2 ആവും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, -2 ഇൻറ്റു x - 3 ദ ഹോൾ റേസ് ടു ഈ -2വിനേക്കാൾ 1 കുറയുമ്പോൾ -3 ആവും ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് അവിടെ 1 പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നാ വരും, -2 ഇൻറ്റു x - 3 ദ ഹോൾ റേസ് ടു -3 വരും. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഫംഗ്ഷന് നേരെ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. നാലാമത്തെ d/dx ഓഫ് 1/x + 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് a ഡിവൈഡഡ് ബൈ x - 1 ദ ഹോൾ ക്യൂബ് ആണെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ ഈ വരുന്ന രണ്ട് ഫംഗ്ഷനെയും നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ d/dx ഓഫ് ഇതെന്താവും, 1 + x ദ ഹോൾ റേസ് ടു +2 ആണ്. അപ്പോൾ നമ്മളവിടെ -2 ആയി. ഇവിടെ a അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഈ x - 1 ദ ഹോൾ റേസ് ടു എന്തായി, -3 ആയി അല്ലേ. അപ്പോൾ ഇതിന് ഇനി എന്ത് വേണം, ഡിവൈഡഡ് ബൈ കിടക്കുന്ന ഒറ്റതാണെങ്കിൽ നമ്മൾ നേരെ മുകളിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ -2 ഇൻറ്റു 1 + x ദ ഹോൾ റേസ് ടു ഒരു പവർ കുറയുമ്പോൾ -3 ആയി. a ഇൻറ്റു ഇവിടെ എന്ത് വരും, -3 ഇൻറ്റു x - 1 ദ ഹോൾ റേസ് ടു ഒരു പവർ കുറയുമ്പോൾ -4 ആയി. ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അപ്പം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ന്യൂമറേറ്റർ കിടക്കുന്ന ഫംഗ്ഷൻ നേരെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയും നമ്മൾ ഡിനോമിനേറ്റർ കിടക്കുന്ന ഫംഗ്ഷൻ എല്ലാം ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം, d/dx ഓഫ് നമ്മൾ തരുന്ന 1/7x + 2 7x + 1 ദ ഹോൾ റേസ് ടു 5/2 എന്ന് വെച്ചു. അപ്പം അതിന് നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, d/dx ഓഫ് 7x + 1 ദ ഹോൾ റേസ് ടു -5/2 ആവും.
അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ -5/2 ഇൻറ്റു 7x + 1 ദ ഹോൾ റേസ് ടു -5/2 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ -5 ഇത് -2 കുറയ്ക്കുക അപ്പോൾ -7/2 വരും. പിന്നെ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു 7 വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അടുത്ത് നോക്കാം d/dx ഓഫ് 1/5x + 1 ദ ഹോൾ റേസ് ടു ഇനി -8/3 ആണെന്ന് വെച്ചോ. അപ്പോൾ ഏതൊരു നമ്പർ ഇത്ര ഓർത്ത് വെച്ചാൽ മതി, ഏത് നമ്പർ തന്നാലും അപ്പോൾ അതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ d/dx ഓഫ് ഏത് വരും 5x + 1 ദ ഹോൾ റേസ് ടു ഇത് -8/3 ആണ്. അപ്പോൾ അത് മുകളിലോട്ട് പോകുമ്പോൾ എന്താവും പോസിറ്റീവ് ആവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും വെച്ചാൽ 8/3 ഇൻറ്റു 5x + 1 8 നിന്ന് 3 കുറച്ച 5 അപ്പോൾ 5/3 വരും. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ വരും ഈ 5x + 1ൻ്റെ ഡെറിവേറ്റീവ് 5 വരും. ഈ വേരിയബിൾ ഫംഗ്ഷൻ്റെ ഒരു ടൈപ്പ് പ്രോബ്ലം എല്ലാം നിങ്ങൾ നന്നായിട്ട് ലെവൽ 1 ഓരോ പ്രോബ്ലവും ചെയ്ത് പഠിക്കണം കേട്ടോ. എന്നിട്ട് മാത്രമേ നമ്മൾ ലെവൽ 2 ചെയ്യാൻ പോകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തനിച്ച് ചെയ്യാൻ പറ്റും.